ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും കഥ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണല്ലേ? ഈ ചാനലിലെ കൂടുതൽ കഥകൾക്കായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? കഥ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ കഥ എവിടെ നിന്നും കേൾക്കുന്നു എന്ന് കമന്റ് ചെയ്യാമോ? എല്ലാ കൂട്ടുകാരും എവിടെ നിന്നുമാണിത് കേൾക്കുന്നത് എന്നറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നമ്മൾക്കെങ്കിൽ കഥയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് പറയുന്ന കഥ നളന്റെയും ദമയന്തിയുടെയും കഥയാണ്. ഈ കഥ നടക്കുന്നത് വളരെ പഴയൊരു കാലഘട്ടത്തിലാണ്. രാജ്യങ്ങളും രാജാക്കന്മാരും ധർമ്മവും അധർമ്മവും മനുഷ്യന്റെ ജീവിതം നിയന്ത്രിച്ചിരുന്ന ഒരു ഇതിഹാസകാലത്ത്. ഭാരതഭൂമിയിലെ വിദർഭദേശത്തും നിഷധരാജ്യമെന്നറിയപ്പെട്ടിരുന്ന ഒരു സമൃദ്ധമായ രാജ്യത്തുമാണ് ഈ കഥയുടെ തുടക്കം. ഒരു വശത്ത് ധർമ്മനിഷ്ഠനും നീതിമാനുമായ നിഷധരാജ്യത്തിന്റെ രാജാവ് നളൻ. മറ്റൊരു വശത്ത് സൗന്ദര്യത്തിനും ബുദ്ധിക്കും സദ്ഗുണങ്ങൾക്കും പേരുകേട്ട വിദർഭരാജ്യത്തിന്റെ രാജകുമാരി ദമയന്തി. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എങ്കിലും വിധി അവർ അറിയാതെ തന്നെ ഒരേ വഴിയിലേക്കാണ് നയിച്ചത്. ഈ കഥ തുടങ്ങുന്നത് ഒരു ഹംസത്തിന്റെ പറക്കലോടെയാണ്. അതെ, ഒരു സാധാരണ പക്ഷിയല്ല, ദൈവങ്ങളുടെ സന്ദേശം വഹിച്ച ഒരു ദിവ്യഹംസം. ആ ഹംസമാണ് നളന്റെയും ദമയന്തിയുടെയും ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്നത്. പ്രണയം എങ്ങനെ പിറന്നു? ദൈവങ്ങൾ എങ്ങനെ ഈ പ്രണയത്തിൽ ഇടപെട്ടു? വിധിയുടെ ക്രൂരകളികൾ നളന്റെ ജീവിതത്തെ എങ്ങനെ ഇരുട്ടിലാഴ്ത്തി? ദമയന്തിയുടെ വിശ്വാസം എങ്ങനെയാണ് എല്ലാ ദുരിതങ്ങളെയും ജയിച്ചത്? ഇതെല്ലാം അറിയാൻ കഥ ശ്രദ്ധിച്ച് കേൾക്കൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് തുടങ്ങാമല്ലേ? അങ്ങനെ നിഷധരാജ്യത്ത് ഒരു മനോഹരമായ പുലർച്ചെ. സൂര്യൻ മൃദുവായി ഉയർന്നു. രാജകീയ ഉദ്യാനത്തിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു നിന്നു. മൃദുവായ കാറ്റ് മരങ്ങളിലൂടെ ഒഴുകുന്നു. ആ ഉദ്യാനത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു രാജാവ് നളൻ. രാജ്യത്തിന്റെ ചുമതലകൾ, ജനങ്ങളുടെ ക്ഷേമം, ധർമ്മവും നീതിയും എല്ലാം അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അപ്പോഴാണ് അവന്റെ കണ്ണുകളിൽ ഒരു അസാധാരണ കാഴ്ച പതിഞ്ഞത്. ഒരു വെളുത്ത ഹംസം സ്വർണത്തിളക്കമുള്ള ചിറകുകളോടെ തടാകത്തിന്റെ കരയിൽ നിൽക്കുന്നു. അതൊരു സാധാരണ പക്ഷിയല്ലെന്ന് നളന് അന്നേ മനസ്സിലായി. അവൻ പതുക്കെ സമീപിച്ചു. ഇത്ര സുന്ദരമായ ഹംസം എന്റെ ഉദ്യാനത്തിൽ, നളൻ സ്വയം പറഞ്ഞു. ഹംസം ഭയപ്പെട്ടില്ല. പകരം നളന്റെ നേരെ നോക്കി മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, രാജാവേ. നളൻ ഞെട്ടിപ്പോയി. നീ സംസാരിക്കുമോ? അവൻ ചോദിച്ചു. ഹംസ പുഞ്ചിരിച്ചു. അതേ മഹാരാജാവേ, ഞാൻ ദൈവങ്ങളുടെ സന്ദേശവാഹകനാണ്. നളൻ ആദരവോടെ തലകുനിച്ചു. എന്താണ് നിന്റെ സന്ദേശം? അവൻ ചോദിച്ചു. ഹംസം പറഞ്ഞു, വിദർഭദേശത്ത് ദമയന്തി എന്ന ഒരു രാജകുമാരി ജീവിക്കുന്നു. സൗന്ദര്യത്തിലും ബുദ്ധിയിലും ഗുണത്തിലും ഈ ഭൂമിയിൽ അവൾക്ക് തുല്യയില്ല. നളന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. ഹംസം തുടർന്നു, അവളുടെ സ്വയംവരം ഉടൻ നടക്കും. ദൈവങ്ങൾ പോലും അവളെ നേടാൻ ആഗ്രഹിക്കുന്നു. നളന്റെ മുഖം ഒരു നിമിഷം ഗൗരവമായി. ദൈവങ്ങളോ? അവൻ പതുക്കെ ചോദിച്ചു. ഹംസം തലകുലുക്കി. അതേ രാജാവേ, ഇന്ദ്രനും അഗ്നിയും വരുണനും യമനും സ്വയംവരത്തിന് വരും. നളന്റെ ഹൃദയം ആദ്യമായി ഭയത്തോടെ ഇടിച്ചു. അപ്പോൾ ഒരു മനുഷ്യനായ എനിക്ക് എന്താണ് സാധ്യത? അവൻ ചോദിച്ചു. ഹംസം പുഞ്ചിരിച്ചു. ധർമ്മമുള്ളിടത്ത് വിധി മനുഷ്യനൊപ്പം നിൽക്കും. അന്നുമുതൽ നളന്റെ മനസ്സിൽ ഒരു പേരു മാത്രം, ദമയന്തി. രാത്രികളിൽ അവൻ ഉറങ്ങാതെ ആ മുഖം ചിന്തിച്ചു. പുലർച്ചകളിൽ അവൻ പ്രാർത്ഥിച്ചു. അവനറിയാതെ തന്നെ ഒരു പ്രണയം അവന്റെ ഹൃദയത്തിൽ പിറന്നു. പക്ഷേ ഇത് ദൈവങ്ങൾക്കും വിധിക്കും ഇഷ്ടപ്പെടുന്ന പ്രണയമായിരുന്നോ? അതിന്റെ ഉത്തരം ലോകമറിയാൻ പോകുന്നത് ദമയന്തിയുടെ സ്വയംവര ദിനത്തിലായിരുന്നു. വിദർഭദേശത്തന്ന് ഒരു അസാധാരണമായ പുലർച്ച. ആകാശം തന്നെ ആഘോഷത്തിനായി തയ്യാറായതുപോലെ തോന്നി. കൊട്ടാരത്തിന്റെ വഴികൾ പൂക്കളാൽ നിറഞ്ഞു. സ്വർണവിളക്കുകൾ സൂര്യപ്രകാശത്തോടൊപ്പം മിനുങ്ങി. രാജാക്കന്മാർ, മഹാവീരർ, പ്രശസ്ത ഭരണാധികാരികൾ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ എത്തി. ദമയന്തിയുടെ സ്വയംവരം.
സ്വയംവര മണ്ഡപത്തിന്റെ നടുവിൽ ഒരു സ്വർണ സിംഹാസനം, അതിനുമേൽ മുത്തുമാലകളും പുഷ്പങ്ങളും. എല്ലാവരുടെയും കണ്ണുകൾ ഒരേ വാതിലിലേക്കായിരുന്നു. അപ്പോൾ മൃദുവായ സംഗീതത്തോടൊപ്പം അവൾ പ്രവേശിച്ചു. ദമയന്തി. സൗന്ദര്യം മാത്രമല്ല, ശാന്തതയും ഗൗരവവും കരുണയും ഒരുമിച്ചു നിൽക്കുന്ന ഒരു ദിവ്യരൂപം. അവൾ നടന്നുവന്ന നിമിഷം മണ്ഡപം മുഴുവൻ നിശബ്ദമായി. പക്ഷേ അവിടെ ഒരുപാട് കണ്ണുകൾ അവളെ നോക്കിക്കൊണ്ടിരുന്നു. മനുഷ്യരുടെ കണ്ണുകൾ മാത്രമല്ല, ദൈവങ്ങളും എത്തിയിരുന്നു. ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ, എല്ലാവരും ഒരേ നളന്റെ രൂപത്തിൽ. അതെ, ഒരേ മുഖം, ഒരേ ശബ്ദം, ഒരേ രാജകീയ ഭാവം. മണ്ഡപത്തിൽ ആശയക്കുഴപ്പം. ജനങ്ങൾ തമ്മിൽ പറഞ്ഞു, ആരാണ് യഥാർത്ഥ നളൻ? ദമയന്തിയുടെ ഹൃദയം അതറിഞ്ഞിരുന്നു. അവൾ കണ്ണടച്ചു. ഹംസം പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങി. ധർമ്മം, വിനയം, മനുഷ്യന്റെ സത്യസന്ധത, അതിലൂടെയാണ് നീ അവനെ തിരിച്ചറിയുക. അവൾ കണ്ണു തുറന്നു. ഓരോരുത്തരെയും നോക്കി. ദൈവങ്ങൾ ഭൂമിയെ സ്പർശിച്ചില്ല. പക്ഷേ ഒരു നളൻ നിലത്തു നിന്നു. അവന്റെ മുഖത്ത് അഹങ്കാരമില്ല. അവന്റെ കണ്ണുകളിൽ സ്നേഹം മാത്രം. അവൻ തലകുനിച്ചു. ആ നിമിഷം ദമയന്തി അവന്റെ മുന്നിൽ നിന്നു. അവളുടെ കയ്യിലെ മാല നളന്റെ കഴുത്തിലിട്ടു. ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. മണ്ഡപം ഒരു നിമിഷം ശ്വാസം പിടിച്ചു. പിന്നെ ആകാശം മുഴുവൻ മിന്നലും പ്രകാശവും. ദൈവങ്ങൾ പുഞ്ചിരിച്ചു. ഇന്ദ്രൻ മുന്നോട്ടു വന്നു. ധർമ്മത്തെ തിരഞ്ഞെടുത്തവൾ, അവൻ പറഞ്ഞു. മനുഷ്യന്റെ സ്നേഹം ദൈവങ്ങളെയും ജയിച്ചിരിക്കുന്നു. എങ്കിലും അവിടെ എല്ലാവരും സന്തോഷിച്ചില്ല. 2 കണ്ണുകൾ അന്ധകാരത്തിൽ തിളങ്ങി. കലി. അവൻ പുഞ്ചിരിച്ചു. ഇത്ര എളുപ്പമോ? അവൻ പറഞ്ഞു. സന്തോഷം എന്നേക്കുമായി നിലനിൽക്കില്ല. ആ നിമിഷം ആഘോഷത്തിന്റെ സംഗീതത്തിനിടയിൽ ഒരു നിസ്സാരമായ നിശബ്ദത വായുവിൽ പടർന്നു. ഒരാൾക്കും അത് കേൾക്കാനായില്ല. പക്ഷേ അതവിടെ തന്നെ ഉണ്ടായിരുന്നു. മണ്ഡപത്തിന്റെ വിളക്കുകൾ ഒരു നിമിഷം മങ്ങിയതുപോലെ തോന്നി. കാറ്റു ദിശ മാറി വീശി. ദമയന്തിയുടെ കണ്ണുകളിൽ ഒരു ചെറുതായ അനിശ്ചിതത്വം തിളങ്ങി. അവൾ എന്തോ അറിയാത്തതുപോലെ ഹൃദയം ഒരു നിമിഷം കമ്പിച്ചു. നളൻ ആ ചിരിയിലും ആ നിമിഷത്തിലും ഒരു തരം ഭാരം ഉള്ളിലേറ്റി. അവൻ തിരിച്ചറിയാത്ത ഒരു നിഴൽ അവന്റെ വഴിയിലേക്ക് നീങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവങ്ങൾ നിശബ്ദരായി. അവർ അറിഞ്ഞിരുന്നു, ഇതൊരു സ്വയംവരത്തിന്റെ അവസാനമല്ല, ഇത് ഒരു കഥയുടെ ആരംഭം മാത്രം. കാലം മുന്നോട്ടു നീങ്ങി. സന്തോഷത്തിന്റെ ദീപങ്ങൾ കൊട്ടാരത്തിൽ തെളിഞ്ഞു നിന്നു. നളനും ദമയന്തിയും ലോകം അസൂയപ്പെടുന്ന സൗഖ്യത്തിൽ ജീവിച്ചു. നീതിയുള്ള രാജാവായി നളൻ, സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായി ദമയന്തി. പ്രജകൾക്ക് ഒരു ഉത്തമ രാജാവായിരുന്നു നളൻ. നളന് പ്രാണനായിരുന്നു ദമയന്തി. എന്നാൽ ഈ സന്തോഷം ആരോ ദൂരത്ത് നിന്ന് നോക്കി നിന്നിരുന്നു. നളനോട് അസഹനം തോന്നിയ കലി. അന്ധകാരത്തിലാണ് കലി കാത്തിരുന്നത്. അവൻ ആഘോഷം തകർക്കാൻ വന്നില്ല, വിരുന്ന് നശിപ്പിച്ചില്ല, സന്തോഷത്തെ വെല്ലുവിളിച്ചില്ല. അവൻ കാത്തിരിപ്പിനെ തിരഞ്ഞെടുത്തു. കാരണം കലിക്കറിയാമായിരുന്നു, മനുഷ്യൻ വീഴുന്നത് ദുഃഖത്തിലല്ല, സൗഖ്യത്തിലാണ്. നളന്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന ഒരു ചെറിയ ദുർബലത കലി കണ്ടുപിടിച്ചു. അതായിരുന്നു പകിടകളി. ഒരു ദിവസം സഹോദരൻ പുഷ്കരനുമായി നളൻ പകിടകളിക്കിരുന്നു. പക്ഷേ ആ കളിയിൽ നളൻ ഒറ്റയാളല്ലായിരുന്നു. അദൃശ്യമായി കലി നളന്റെ കൈകളെ നയിച്ചു. ഒരു പകിട, പിന്നെ മറ്റൊരു പകിട. വിജയം തോൽവിയായി മാറി, തോൽവി അടിമത്തമായി. നളന്റെ ബുദ്ധി മങ്ങി. രാജാവിന്റെ വിവേകം നഷ്ടപ്പെട്ടു. ഒന്നിനു പിന്നാലെ ഒന്ന്. രാജ്യം പോയി, ധനം പോയി, മഹത്വം പോയി. ഒടുവിൽ ഉടുത്തിരുന്ന വസ്ത്രം മാത്രം ശേഷിച്ചു. അന്ന് കൊട്ടാരവാതിൽ അടഞ്ഞപ്പോൾ നിഷധരാജ്യത്തിന്റെ രാജാവായിരുന്ന നളൻ ഒരു സാധാരണ മനുഷ്യനായി. അവൻ ദമയന്തിയുടെ കൈ പിടിച്ചു. അഭിമാനമില്ലാതെ, ഭയം മറച്ച് നളൻ നിഷധരാജ്യം വിട്ടു. കാടുകളുടെ മൗനത്തിലേക്ക് അവരുടെ യാത്ര തുടങ്ങി. രാജ്ഞിയായിരുന്ന ദമയന്തി ഒരു പരാതിയും പറഞ്ഞില്ല. വിശപ്പും ക്ഷീണവും കാലടികൾ മുറിഞ്ഞപ്പോൾ പോലും അവൾ നളന്റെ കൈവിട്ടില്ല. പക്ഷേ കാടിന്റെ ഇരുട്ട് നളന്റെ മനസ്സിലും പടരുകയായിരുന്നു. ദമയന്തിക്ക് താൻ കാരണമാണ് ഇത്രയും ദുരിതമെന്ന് നളൻ കരുതി. ഒരു രാത്രി ദമയന്തി ഉറങ്ങിയപ്പോൾ നളൻ അവളുടെ കൈ പതുക്കെ വിട്ടു. സ്നേഹത്തോടെ ഒരു നോട്ടം നോക്കി, കണ്ണീരോടെ. നിശബ്ദമായി നളൻ കാടിന്റെ ആഴത്തിലേക്ക് മറഞ്ഞു.
അവൻ വിചാരിച്ചു അവൾ അച്ഛനായ ഭീമന്റെ അരമനയിൽ സുരക്ഷിതയായിരിക്കുമെന്ന്. പുലർച്ചെ ഉണർന്ന ദമയന്തി കണ്ടത് ശൂന്യത മാത്രമാണ്. കാടിന്റെ നടുവിൽ ഒറ്റയ്ക്ക്, രാജ്ഞിയല്ലാതെ ഭാര്യയായി. അവളുടെ കണ്ണുകളിൽ കണ്ണീരില്ലായിരുന്നു. കാരണം അവളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടായിരുന്നു. നളൻ തിരികെ വരും. വിധി എത്ര കഠിനമായാലും സ്നേഹത്തിന്റെ കഥ അവിടെ അവസാനിച്ചിരുന്നില്ല. ദമയന്തിയെ ഉറങ്ങിക്കൊണ്ടിരിക്കെ വിട്ടുപോയ നളൻ കാടിന്റെ ആഴത്തിലേക്ക് നടന്നു. ഓരോ പടിയും അവന്റെ ഹൃദയത്തിലൊരു കുറ്റബോധമായിരുന്നു. വിശപ്പും ക്ഷീണവും അവന്റെ ശരീരം തളർത്തിയപ്പോൾ മനസ്സിലൊറ്റ ചിന്ത മാത്രം: ദമയന്തി സുരക്ഷിതയായിരിക്കണം. കാടിന്റെ മുള്ളുകളും കല്ലുകളും രാജാവായിരുന്ന നളന്റെ കാലുകൾ മുറിച്ചു. സൗഖ്യത്തിന്റെ കൊട്ടാരങ്ങളിൽ വളർന്ന ശരീരം ഇപ്പോൾ വേദനയോട് പൊരുതി. അങ്ങനെ ഒരു ദിവസം കാട്ടിന്റെ നിശബ്ദത തകർത്തുകൊണ്ട് ഒരു വിചിത്ര ശബ്ദം അവൻ കേട്ടു. ഒരു നിലവിളി: രക്ഷിക്കൂ! നളൻ ശബ്ദം വന്ന ദിശയിലേക്ക് ഓടി. അവിടെ കണ്ടത് അഗ്നിവളയം ചുറ്റിപ്പറ്റി വലിയൊരു നാഗം. ജ്വാലകൾക്കുള്ളിൽ അസഹ്യമായ വേദനയിൽ അത് പുളഞ്ഞു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നളൻ സമീപത്തെ വലിയ ഇലകളും വള്ളികളും ശേഖരിച്ചു. അഗ്നിയിലേക്ക് ചാടി. രാജാവായിരുന്നില്ല അപ്പോൾ നളൻ, മനുഷ്യനായിരുന്നു. വേദനയോടെയും പൊള്ളലോടെയും അവൻ നാഗത്തെ രക്ഷിച്ചു. അഗ്നി ശമിച്ചപ്പോൾ ആ നാഗം മനുഷ്യരൂപം ധരിച്ചു. അവനായിരുന്നു നാഗരാജാവ് കാർക്കോടകൻ. നളന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മൃദുവായി പറഞ്ഞു: നള, നിന്റെ ദുരിതം എനിക്കറിയാം. ഇത് നിന്റെ പാപമല്ല, കലി നിന്നെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ നാഗരാജാവ് നളനെ അല്പം കടിച്ചു. ഒരു നിമിഷം നളന്റെ ശരീരം വിറച്ചു. മുഖം മാറി, ശരീരം വികൃതമായി. നളൻ ഭയപ്പെട്ടു. എന്നാൽ കാർക്കോടകൻ പറഞ്ഞു: ഭയപ്പെടേണ്ട, ഈ രൂപമാണ് നിന്നെ കലിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുക. ഈ രൂപത്തിൽ കലി നിന്നെ തിരിച്ചറിയില്ല. പക്ഷെ നിന്റെ കഷ്ടം ഇനിയും അവസാനിച്ചിട്ടില്ല. നാഗരാജാവ് നളന്റെ കയ്യിലൊരു വസ്ത്രം നൽകി. ഇത് ധരിക്കുന്ന ദിവസം നിന്റെ യഥാർത്ഥ രൂപം തിരികെ ലഭിക്കും. അവന്റെ കയ്യിൽ 2 മന്ത്രവചനങ്ങളും നൽകി. ഇവ നിനക്ക് പകിടകളിയിലെ ജയം നൽകും. നഷ്ടപ്പെട്ട വിവേകം നിനക്ക് തിരികെ കിട്ടും. അങ്ങനെ നാഗരാജാവിന്റെ അനുഗ്രഹത്തോടെ നളൻ പുതിയൊരു യാത്ര തുടങ്ങി. ഇപ്പോൾ അവൻ രാജാവല്ല, നാമമില്ലാത്ത ഒരാൾ. ദുഃഖത്തിന്റെയും പരീക്ഷണങ്ങളുടെയും പാതയിലൂടെ നളൻ മുന്നോട്ട് നടന്നു. എവിടെയോ അവനെ കാത്തിരുന്നത് വിധിയുടെ പുതിയ വാതിലായിരുന്നു. നളന്റെ വീഴ്ച അവന്റെ അവസാനമല്ലായിരുന്നു, അത് തിരിച്ചുനരവിന്റെ തുടക്കമായിരുന്നു. നളൻ അപ്രത്യക്ഷനായ പുലർച്ചെ. കാടിന്റെ മൗനം ദമയന്തിയെ ചുറ്റിപ്പറ്റി. ചുറ്റും നോക്കിയപ്പോൾ നളനില്ല. അവൾ വിളിച്ചു, കുറേ കാത്തു. പക്ഷേ മറുപടി കാറ്റിന്റെ ശബ്ദം മാത്രം. അവളുടെ ഹൃദയം വിറച്ചു. എന്നാൽ അവൾ കരഞ്ഞില്ല. കാരണം ദമയന്തി രാജ്ഞിയായിരുന്നു. ദുഃഖത്തെ നേരിടാൻ ശക്തിയുണ്ടായിരുന്ന രാജ്ഞി. നളൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകും, അവൾ അവളോട് തന്നെ പറഞ്ഞു. കാടിന്റെ ഭീകരത അവളുടെ കാലുകൾ മുറിച്ചു. രക്തം വാർന്നു. വിശപ്പും ദാഹവും ശരീരം തളർത്തി. എന്നാൽ ഓരോ പടിയിലും നളന്റെ പേര് അവൾ മന്ത്രിച്ചു. പല ദിവസങ്ങൾക്കു ശേഷം അവൾ ഒരു രാജ്യം കണ്ടു, ചേതിരാജ്യം. അവിടെ ദമയന്തിയുടെ കഥ കേട്ടറിഞ്ഞ രാജാവ് അവളെ സംരക്ഷിച്ചു. എന്നാൽ ദമയന്തിയുടെ കണ്ണുകൾ എപ്പോഴും ഒരേ വഴിയിലായിരുന്നു: നളൻ തിരികെ വരുമെന്ന അടിയുറച്ച വിശ്വാസത്തോടെ. നാഗരാജാവിന്റെ ശാപവും അനുഗ്രഹവും നളനെ മറ്റൊരാളാക്കി. അവനിനി നളനല്ല, ബാഹുകൻ, വികൃത രൂപത്തിൽ നാമമില്ലാത്ത ഒരാൾ. അങ്ങനെ അവൻ അയോധ്യയിലെത്തി. അവിടെ രഥചാലകനായും പാചകക്കാരനായും ജീവിക്കാൻ തുടങ്ങി. അതേസമയം അയോധ്യ രാജാവ് ഋതുപർണൻ ബാഹുകന്റെ കഴിവ് കാണാനിടയായി. ഋതുപർണൻ നളന് ഒരു പ്രത്യേക സ്ഥാനം നൽകി. രഥമോടിക്കുന്നതിൽ അവൻ അപാരനായിരുന്നു. നളൻ രഥശസ്ത്രരഹസ്യങ്ങൾ ഋതുപർണനു നൽകി. പകരം ഋതുപർണനാവട്ടെ പകിടകളിയുടെ അത്ഭുതസിദ്ധികൾ നളനും കൈമാറി. പിന്നീട് പകിടകളിയിൽ അവൻ ഒരിക്കലും തോറ്റില്ല. കാരണം നാഗരാജാവിന്റെ മന്ത്രവചനങ്ങൾ അവനൊപ്പമുണ്ടായിരുന്നു. പക്ഷേ ഓരോ രാത്രിയിലും ബാഹുകന്റെ മനസ്സ് ഒറ്റപ്പേരിൽ വേദനിച്ചു: ദമയന്തി. ദമയന്തിയുടെ ജീവിതം കാത്തിരിപ്പായി മാറിയിരുന്നു. ചേതിരാജ്യത്തിലെ കൊട്ടാര സൗഖ്യങ്ങൾ അവൾക്ക് ആശ്വാസമായില്ല.
അവളുടെ ദിവസങ്ങൾ പ്രാർത്ഥനയിലും രാത്രികൾ നളന്റെ ഓർമ്മകളിലുമായിരുന്നു. ലോകം മുഴുവൻ അവൾക്ക് മുന്നിൽ തുറന്നിരുന്നിട്ടും അവളുടെ മനസ്സ് ഒരു വഴിയിൽ മാത്രം പൂട്ടിയിരുന്നു. നളൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ കണ്ടെത്തണം. അവൾ ദൂതന്മാരെ അയച്ചു, സന്ദേശങ്ങൾ പരത്തി, രാജ്യങ്ങൾക്കപ്പുറം വരെ വാർത്തയെത്തിച്ചു. നളനെ അറിയുന്നവർ, അവനെ കണ്ടവർ എന്നെ അറിയിക്കണം. ഈ സന്ദേശം പ്രതീക്ഷയുടെ ഒരു ദീപം പോലെ ദേശദേശാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു. ആ സന്ദേശം ഒരുനാൾ അയോധ്യയിലെത്തി. അവിടെ രാജാവായ ഋതുപർണന്റെ കൊട്ടാരത്തിൽ ഒരു നിശബ്ദനായ രഥചാലകനും പാചകക്കാരനും അത് കേട്ടു. ലോകം അവനെ ബാഹുകൻ എന്ന് വിളിച്ചു. പക്ഷെ ആ പേര് കേട്ട നിമിഷം അവന്റെ ഉള്ളിൽ നാളുകളായി മൂടിക്കിടന്ന ഒരു വേദന ഉണർന്നു. അവന്റെ കൈകൾ വിറച്ചു, ഹൃദയം ശക്തിയായി ഇടിച്ചു. അവനറിഞ്ഞു, ഈ സന്ദേശം ദമയന്തിയുടേതാണ്. കാത്തിരിപ്പിന്റെ വർഷങ്ങൾക്ക് ശേഷം വിധി അവനെ വീണ്ടും അവളുടെ അടുക്കൽ മാടി വിളിച്ചു. ബാഹുകൻ ദമയന്തിയെ കാണാൻ പുറപ്പെട്ടു. യാത്രയിൽ മുഴുവൻ അവന്റെ മനസ്സ് സംഘർഷത്തിലായിരുന്നു. ഈ രൂപത്തിൽ അവൾ എന്നെ തിരിച്ചറിയുമോ? അവൾക്കു മുന്നിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുക? പക്ഷേ അവളുടെ സ്നേഹത്തെക്കുറിച്ച് അവന് സംശയമുണ്ടായില്ല. അവൾ ബുദ്ധിമതിയായ രാജ്ഞിയായിരുന്നു. പക്ഷെ അതിനുമപ്പുറം അവൾ നളന്റെ ഹൃദയം വായിക്കാൻ അറിയുന്ന സ്ത്രീയായിരുന്നു. ദമയന്തിയുടെ സന്നിധിയിലെത്തിയപ്പോൾ അവൾ ആദ്യം കണ്ടത് ഒരു വികൃത രൂപത്തിലുള്ള മനുഷ്യനെയായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിലേക്ക് പതിഞ്ഞ നിമിഷം അവൾ അവിടെ നളനെ കണ്ടു. ശരീരം മാറിയാലും ദൃഷ്ടിയിലെ സ്നേഹം മാറില്ലായിരുന്നു. അവനെ കണ്ട നിമിഷം അവൾ ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. അവളുടെ മൗനം തന്നെ അവന്റെ തിരിച്ചറിയലായിരുന്നു. അന്ന് നാഗരാജാവ് കാർക്കോടകൻ നൽകിയ അത്ഭുത വസ്ത്രം നളൻ ഭരിച്ചു. ഒരു നിമിഷം ശാപം മാറി, നളന്റെ വികൃതരൂപം അകന്നു. രാജാവിന്റെ ദേഹം തിരികെ വന്നു. ദമയന്തിയുടെ മുന്നിൽ അവൻ വീണ്ടും നളനായി. അവരുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അത് ദുഃഖത്തിൻ്റേതല്ലായിരുന്നു. അതായിരുന്നു സഹനത്തിന്റെ, വിശ്വാസത്തിന്റെ, വേർപാടിനെയും വിധിയെയും തോൽപ്പിച്ച സ്നേഹത്തിന്റെ കണ്ണീർ. വാക്കുകൾക്കവിടെ സ്ഥാനമുണ്ടായില്ല. കാരണം ചില കണ്ടുമുട്ടലുകൾ മൗനത്തിൽ തന്നെയാണ് പൂർണ്ണമാകുന്നത്. പിന്നീട് നളൻ തന്റെ വിധിയെ നേരിടാൻ തയ്യാറായി. പുഷ്കരനെ വീണ്ടും പകിടകളിക്ക് ക്ഷണിച്ചു. ഇത് ഭാഗ്യത്തിന്റെ കളിയല്ലായിരുന്നു, ഇത് വിവേകത്തിന്റെ കളിയായിരുന്നു. നാഗരാജാവിന്റെ അനുഗ്രഹത്താൽ നളൻ ഓരോ പകിടയും ജയിച്ചു. തോൽവി ഇപ്പോൾ പുഷ്കരന്റേതായി. നിഷധരാജ്യം തിരികെ ലഭിച്ചു. കിരീടം വീണ്ടും നളന്റെ തലയിലെത്തി. പക്ഷെ ഈ തിരിച്ചുവരവ് അവന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നില്ല. അവന്റെ യഥാർത്ഥ വിജയം ദുഃഖത്തിൽ തകർന്നില്ലാത്ത ദമയന്തിയുടെ സ്നേഹവും സൗഖ്യത്തിൽ വഴുതി വീണിട്ടും വീണ്ടും ഉയർന്ന തന്റെ ആത്മാവുമായിരുന്നു. അങ്ങനെ നളനും ദമയന്തിയും വീഴ്ചയിലൂടെ പാഠം പഠിച്ച് വിശ്വാസത്തിലൂടെ വിജയിച്ച ഒരമര കഥയായി മാറി. നളന്റെയും ദമയന്തിയുടെയും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു രാജാവിന്റെയും രാജ്ഞിയുടെയും കഥ മാത്രമല്ല, അത് മനുഷ്യന്റെ ജീവിതയാത്രയാണ്. സൗഖ്യത്തിന്റെ ഉച്ചയിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ എത്ര എളുപ്പത്തിൽ വഴുതി വീഴാമെന്ന് നളന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദുഃഖം വന്നപ്പോഴല്ല, എല്ലാം കൈവശമുണ്ടായിരുന്നപ്പോൾ തന്നെയാണ് നളൻ തന്റെ വിവേകം നഷ്ടപ്പെടുത്തിയത്. പക്ഷേ ഈ കഥ വീഴ്ചയിൽ അവസാനിക്കുന്നില്ല. ദമയന്തി നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ യഥാർത്ഥ രൂപമാണ്. അവൾ രാജ്ഞിയായിട്ടും കഷ്ടപ്പാടുകളെ ഭയപ്പെട്ടില്ല. വേർപാടിലും വിശ്വാസം വിട്ടുകളഞ്ഞില്ല. അവളുടെ കാത്തിരിപ്പ് നളന്റെ തിരിച്ചുവരവായി മാറി. നളൻ പഠിച്ചത് വേദനയിലൂടെ ജ്ഞാനമാണ്. ശാപവും ശിക്ഷയും അവനെ തകർക്കാനല്ല, ശക്തനാക്കാനായിരുന്നു. അവസാനം രാജ്യം തിരികെ കിട്ടിയതല്ല ഈ കഥയുടെ വിജയം. ദുഃഖത്തിലൂടെ കടന്ന് സ്വയം ജയിച്ച മനുഷ്യനാണ് ഈ കഥയുടെ യഥാർത്ഥ നായകൻ. നളനും ദമയന്തിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: വിധി പരീക്ഷിച്ചാലും വിശ്വാസം കൈവിടരുത്. വീഴ്ച വന്നാലും മനുഷ്യൻ ഉയരാൻ പഠിക്കണം. സ്നേഹം നിലനിൽക്കുമ്പോൾ ഏതു ഇരുട്ടും വെളിച്ചമാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയമായോ? എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കഥ കേൾക്കാൻ എല്ലാവരും കൊതിച്ചിരിക്കുമായിരിക്കുമല്ലേ?
നമ്മളുടെ ചാനലിലെ പുതിയ വീഡിയോയ്ക്കായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? ബെൽ ഐക്കണും അമർത്തുക. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നല്ല ദിവസം നേരുന്നു.